മലയോര ഹൈവേ നിർമ്മാതാക്കൾ വാഗ്ദാന ലംഘനം തുടരുന്നു. മാട്ടുക്കട്ട വില്ലേജ് പടിയിൽ ഒരു വീട്ടിലേക്ക് കയറുന്ന റോഡ് പൊളിച്ചിട്ടിട്ട് 6 മാസം കഴിഞ്ഞു. കല്ലുപാകിയ റോഡ് പൊളിച്ചതോടെ രോഗികളായ വയോധികർക്ക് വീട്ടിലേക്ക് കയറുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. മാട്ടുക്കട്ട വില്ലേജ് പടിയിൽ ഇരിപ്പയിൽ ബേബിയും കുടുംബവുമാണ് ദുരിതത്തിലായിരിക്കുന്നത്. മലയോര ഹൈവേ നിർമ്മാണം ആരംഭിച്ചതു മുതൽ റോഡ് വികസനത്തിന്റെ പേരിൽ വീടുകളിലേക്ക് കയറുന്ന റോഡുകൾ പൊളിച്ചു നീക്കുന്നത് പതിവ് കാഴ്ചയാണ്. പുനർനിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് പൊളിച്ചു നീക്കുന്നത്. എന്നാൽ സമയബന്ധിതമായി ഒരാൾക്ക് പോലും റോഡ് നിർമ്മിച്ചു നൽകിയില്ല. മാട്ടുക്കട്ട വില്ലേജ് പടിയിൽ ഇരിപ്പയിൽ ബേബിയുടെയും വീട്ടിലേക്ക് കയറുന്ന റോഡും പുനർനിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് പൊളിച്ചു നീക്കിയത്. വീട് പണിയുന്ന സമയത്ത് ലോറി കയറാൻ കല്ലു പതിച്ചാണ് റോഡ് നിർമ്മിച്ചത്. റോഡ് വികസനത്തിന്റെ പേരിൽ ഇത് പൊളിച്ചു നീക്കി. എന്നാൽ റോഡ് പുനർനിർമ്മിച്ചു നൽകാൻ യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഈ ഭാഗത്ത് ഐറിഷ് ഓട വരെ നിർമ്മിക്കുകയും ചെയ്തു. ചോദിക്കുമ്പോൾ ഉടൻ നിർമ്മിച്ചു നൽകാമെന്ന് സമാധാനിപ്പിക്കുകയും ചെയ്യും. രോഗിയായ ബേബിയും ഭാര്യയും മാത്രമാണ് വീട്ടിലുള്ളത്. രോഗം മൂർച്ഛിച്ചു കഴിയുമ്പോൾ എടുത്തുകൊണ്ട് മലയോര ഹൈവേയിലെത്തി വാഹനത്തിൽ കയറ്റേണ്ട അവസ്ഥയിലാണ് ഈ കുടുംബം. റോഡ് പറ്റോ ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് ചെയ്തിട്ട് അവിടം വരെ ചെയ്തിട്ട് അമ്മമാർ നിർത്തിയിട്ടുമില്ല. പിന്നെ ഈ വരിയില്ല. വന്നു കഴിയുമ്പം ചെയ്തു തരാമെന്ന് പറയും. ഇപ്പം ഞാനൊന്ന് ഒന്നാമത് എനിക്ക് വയ്യ. ആശുപത്രിയിൽ പോകണമെങ്കിൽ എടുത്തുകൊണ്ട് പോകണം. ഇറങ്ങിപ്പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഇതാണ് അവസ്ഥ. പറയുമ്പോൾ അവർ ചെയ്തേക്കാമെന്ന് പറയും. ചെയ്തിരിക്കും. സാറിന് വണ്ടി കയറി വരുമായിരുന്നു. ഈ വീടൊക്കെ പണിയാനുള്ള സാധനം മുഴുവൻ കൊണ്ടുവന്നത് ലോറിയിലുണ്ട്. 6 മാസം മുമ്പാണ് ബേബിയുടെ റോഡ് പൊളിച്ചു നീക്കിയത്. പശയുള്ള മണ്ണായതിനാൽ നടന്നിറങ്ങാൻ പോലും കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ റോഡ് കിടക്കുന്നത്. പ്രായമായ ബേബിയും ഭാര്യയും രോഗികളുമാണ്. ഇരുവരും കഴിഞ്ഞ 6 മാസമായി വളരെയേറെ ബുദ്ധിമുട്ട് സഹിക്കുകയാണ്. ഇതുപോലെ നിരവധി കുടുംബങ്ങളാണ് മലയോര ഹൈവേ നിർമ്മാതാക്കളുടെ വാക്ക് വിശ്വസിച്ച് വഴിയാധാരമായിരിക്കുന്നത്. അടിയന്തരമായി അധികൃതർ ഇടപെട്ട് ഇവരുടെ വീട്ടിലേക്ക് കയറാനുള്ള റോഡ് പുനർനിർമ്മിച്ചു നൽകണമെന്നാണ് ബേബിയുടെയും കുടുംബത്തിന്റെയും ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.